സഹിതർദുരിതാനി പരാസുവ യദ്ഭദ്രം തന്മഹാസുവ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതായി ഭദ്രമായത് കല്യാണപൂർണമായത് ലഭിക്കുമാറാകട്ടെ എന്നാണ് ഈ യജുർവേദ മന്ത്രത്തിന്റെ അർത്ഥം. സനാതനധർമ്മം ഇന്ന് വളരെ പ്രയാസപ്പെട്ട ഒരു ഘട്ടത്തിലാണ്. അധ്യക്ഷൻ പറഞ്ഞതുപോലെ സനാതനധർമ്മം പഠിപ്പിക്കുന്നതിന് വ്യവസ്ഥാപിതമായ ഒരു മാർഗം ഇന്ന് നിലവിലില്ല. അങ്ങനെ പണ്ടുകാലത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിൽ വേദം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മണ്ഡപം ഉണ്ടാക്കിയിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോൾ അവർ നോക്കിയപ്പോൾ കണ്ടത് ആർക്കും ഒന്നിനും കൊള്ളാത്ത ഒരു വയസ്സായ വൃദ്ധനായ നമ്പൂതിരി വന്ന് എന്തോ കുറെ ചൊല്ലുന്നു, അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് കരുതി ആ പോസ്റ്റേ ദേവസ്വം ബോർഡ് എടുത്തില്ല. ഇന്ന് ദേവസ്വം ബോർഡുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നും ഗുരുവായൂരിൽ ഒഴിച്ച് വേദം മുഖമണ്ഡപത്തിൽ ചൊല്ലുന്നില്ല. വളരെ ദുഃഖകരമായ ആദ്യത്തെ തീരുമാനം അത്. കാരണം വേദമന്ത്രങ്ങൾ ചൊല്ലാതെ ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കുകയില്ല. ക്ഷേത്ര ചൈതന്യത്തിന് ഉടവ് സംഭവിച്ചാൽ ക്ഷേത്രത്തിലെ ചൈതന്യ വർധനവിന് വേണ്ടി നടത്തുന്ന കലശം എന്ന് പറയുന്നത് വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് നടത്തുന്ന ഒരു ക്രിയ. ആ കലശത്തിന് ഉപയോഗിക്കുന്ന പ്രതിദിനം പുണ്യാഹത്തിന് ഉപയോഗിക്കുന്ന മന്ത്രം എന്ന് പറഞ്ഞൊരു മന്ത്രം ആപോഭിഷ്ടാമയോ ഭവസ്ഥാനോദേ ദധാതന മഹേരണായ ചക്ഷസേ യോവ ശിവതമോ രസസ്തസ്യ ഭാവേന ഉഷതീരിവ മാതര തസ്മാ അരംഗമാമൗ യസ്യക്ഷയായ നിമധ ആപോ ജനേധാചാന ശന്നോ ദേവീർഭുഷ്ടയ ആപോ ഭവന്തു ബീലയേ ശമ്യോരഭിശ്രവന്തുന. ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ചൊല്ലിയാണ് പ്രതിദിനം പുണ്യാഹം ഉണ്ടാകുന്നത്. എന്നാൽ ഈ ക്ഷേത്രങ്ങളിൽ ചൈതന്യത്തിന്റെ ഉറവ് സംഭവിച്ചാൽ വലിയ കലശങ്ങളുടെ നിരവധി കലശങ്ങൾ കൂട്ടി നടത്തുന്ന ഒരു ക്രിയയും ആ ക്രിയയിൽ പാല്, തൈര് തുടങ്ങിയവ ഓരോന്നും ഉപയോഗിക്കുമ്പോൾ വേദമന്ത്രങ്ങളോട് കൂടിയാണ് അതിനെ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് പാലാണ് ഉപയോഗിക്കുന്നെങ്കിൽ ആപ്യായസ്യ സമീപേ വിശ്വഭേഷജം എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രം ഉപയോഗിക്കും. അതേസമയം തൈര് ഉപയോഗിക്കുമ്പോൾ ഓം ദധികാരണോ അകാരിഷം വിഷ്ണു രസ്യവാചിന എന്ന് തുടങ്ങുന്ന മറ്റൊരു മന്ത്രം ഉപയോഗിക്കും. എല്ലാം വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഈ ചൈതന്യ വർധനവിന് വേണ്ട എല്ലാ പ്രക്രിയകളും ചെയ്തു വരുന്നത്. അപ്പോ വേദം ചൊല്ലാത്ത ക്ഷേത്രങ്ങളിൽ പറയുന്ന പ്രതിസന്ധികൾ പലതും. കഴിഞ്ഞ ദിവസം ഒരാളിനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു ആ ക്ഷേത്രത്തിന് പ്രേതബാധയുണ്ട്, അതുകൊണ്ട് ഇതിന്റെ പ്രസിഡന്റ് ക്ഷേത്രത്തിന് മുമ്പിൽ വീണ്ടും മരിച്ചു. ഇന്നലെ എന്നോട് പറയാം. അപ്പോ അതിന് കാരണം മറ്റൊന്നുമല്ല, അവിടെ ചെല്ലുന്ന വേദമന്ത്രങ്ങളൊന്നും വേദമന്ത്രങ്ങളായി ചൊല്ലിയിട്ടുണ്ടാവില്ല. കാരണം ഭാഗ്യസൂക്തം എന്ന് പറയുന്ന സൂക്തം ചൊല്ലിയാൽ തന്നെ കുട്ടികളില്ലാത്തൊരു കുട്ടികളുണ്ടാവും. ഉത്തരമതിയോ വിധത്ത എന്നാണ്. പക്ഷേ ഭാഗ്യസൂക്തം ചൊല്ലുന്നതിന് വിധിയുണ്ട്. വിധി അനുസരിച്ച് പ്രഭാതത്തിൽ മാത്രമേ ഭാഗ്യസൂക്തം ചൊല്ലാൻ പാടുള്ളൂ. കാരണം അത് പ്രഭാത വേളയിൽ മാത്രം പ്രസാദിക്കുന്ന ദേവന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ അത് ചൊല്ലിയാൽ ധനം, ഐശ്വര്യം, സമൃദ്ധി, ഭാഗ്യം എന്നിവ ഉണ്ടാവും. അത് കേവലം ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾ വരുന്നതെന്ന് വെച്ചാൽ ഐഹികമായ ജീവിതത്തിലെ സുഖങ്ങളാണ്. ഐഹികമായ ജീവിതത്തിലെ സുഖങ്ങളും കൃത്യമായി പറഞ്ഞാൽ ആധ്യാത്മികമായ ഭാഗ്യം രണ്ടും ഒരുപോലെ ഉണ്ടാവുമ്പോഴേ മനുഷ്യ ജീവിതം സമ്പൂർണ്ണമാവുകയും. കൃത്യമായ ഉപാസന പങ്കുവയ്ക്കുന്ന ആളുകൾക്ക് എത്ര വയസ്സ് വരെ ജീവിക്കാം എന്ന് വേദത്തിൽ പറയുന്നു. കൃത്യമായ ഉപാസനയുള്ള ഒരാൾക്ക് പശ്യേമ ശരദശതം, ജീവേമ ശരദശതം, ശോമിയാമ ശരദശതം, കേട്ടുകൊണ്ട് 100 വർഷം ജീവിക്കുക, പറഞ്ഞുകൊണ്ട് 100 വർഷം ജീവിക്കുക, കണ്ടുകൊണ്ട് 100 വർഷം ജീവിക്കുക. ജീവിതം 100 വർഷമാണ്. അതേസമയം ഉപാസന തെറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം
തെറ്റായ ഉപാസന വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ രോഗങ്ങൾ പോലും വന്നു ചേരും. അങ്ങനെ തെറ്റായ ഉപാസനകൾ പാടില്ല എന്ന് പോലും ആചാര്യന്മാര് നിഷ്കർഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മന്ത്രവിധാനങ്ങളൊക്കെ ഇന്ന് ഗുരുപരമ്പരയുടെ കീഴിൽ പഠിക്കണം. കാരണം അങ്ങനെ പഠിച്ചാൽ രോഗങ്ങൾ ഉണ്ടാവില്ല. രോഗങ്ങൾ ശാരീരികം മാത്രമല്ല. എല്ലാവരും പറയും എന്റെ ശാരീരിക രോഗങ്ങളല്ല, മാനസിക രോഗങ്ങളുണ്ട്. ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ ശാരീരിക രോഗം പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. എന്നാൽ മാനസിക രോഗങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം കാണുമ്പോൾ നല്ല ഉത്തമനായ വ്യക്തിയാണ്, പക്ഷേ സംസാരിച്ചു കഴിയുമ്പോൾ അയാൾ ഒരു തെറ്റാനുള്ള വഴി അയാൾ തന്നെ ഉണ്ടാകും. കുടുംബ കലഹങ്ങൾ ഉണ്ടാവും. എന്നാൽ വേദം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. വേദം പറയുന്നത് നിങ്ങളുടെ കുടുംബം ഭദ്രമായിരിക്കട്ടെ, നിങ്ങളുടെ വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ഭദ്രമായിരിക്കട്ടെ, നിങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാവട്ടെ, നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. എന്റെ ബുദ്ധിയെ ഈശ്വരൻ പ്രചോദിപ്പിക്കട്ടെ എന്ന് പറയുന്നതാണ് വേദം. ഇത് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബം സംഘർഷത്വം സംവദത്വം സംവരമനാശിജാനത ദേവാഭാഗം യഥാപൂർവേ സഞ്ചാരാണ ഉപാസത്തെ. ഞങ്ങൾ ഉപാസിക്കുന്നത് ഭഗവാനെ എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിന് വേണ്ടിയാണ്. സംഘർഷത്വം സംവദത്വം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം, സംവദിക്കാം. പക്ഷെ ഇന്ന് ആളുകൾ സംവദിക്കുന്നതിന് പകരം വിവാദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ വിവദിക്കുമ്പോൾ പറയുന്നത് വികലതയോടുകൂടി വധിക്കുമ്പോൾ പറയുമ്പോൾ അത് കുടുംബത്തിന്റെ ശാശ്വതമായ സമാധാനത്തിന്റെ വധമായി തീരും. അപ്പോ ശാശ്വതമായ സമാധാനം കുടുംബത്തിൽ, വ്യക്തിക്ക്, ബുദ്ധിയിൽ, മനസ്സിൽ ഉണ്ടാവുക എന്നതാണ് പ്രാചീന ഋഷിമാരുടെ സങ്കല്പം. ആ സങ്കല്പം കുടുംബ ജീവിതത്തിൽ വേണം, വിദ്യാർത്ഥി ജീവിതത്തിൽ വേണം. വിദ്യാർത്ഥിയുടെ ജീവിതമാണ് പങ്കുവയ്ക്കേണ്ടത്. ഇപ്പൊ ഇന്ന് അക്ഷരം പോലും ഇല്ലാത്ത നശിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. മലയാള ഭാഷ പോലും നല്ല രീതിയിൽ ഉച്ചരിക്കാനോ പറയാനോ ആളുകൾക്ക് കഴിയുന്നില്ല. അപ്പൊ നല്ല ഭാഷ സംസാരിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നല്ല സംസ്കാരം ഉണ്ടാവുക? ഉദാഹരണത്തിന് ശകലം ചോറ് വേണം എന്നതിന് പകരം സകലം ചോറ് വേണം എന്ന് പറഞ്ഞാൽ ശകാരത്തിൽ നിന്ന് സകാരത്തിലേക്കുള്ള വ്യത്യാസം ശകാരം കേൾക്കുന്നതാണ് മനസ്സിലാക്കുക. അപ്പോ ഷായും സായും വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാതെ എത്രയോ ആളുകൾ ശ്രീ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ അല്ല, ഷായോടാണ് ഉദാഹരണം ചേർന്നിരിക്കുന്നത്. അപ്പോ ശ്രീ എന്നേ വരും. അപ്പോ ആ ഒരു വാക്ക് എവിടെ മൃദുവായിരിക്കണമോ അവിടെയൊക്കെ ഘോഷമായി മാറും. എവിടെയൊക്കെ ഘോഷം തരണമോ അവിടെയൊക്കെ മൃദു വരുന്നു. കാരണം എങ്ങനെയാണ് ശബ്ദം ഉച്ചരിക്കുക? ഹനുമാനെ കുറിച്ച് പറയുന്നത്, ഹനുമാൻ അസാധാരണമായ നല്ല സംസ്കൃത വ്യാകരണസിദ്ധമായ ഭാഷ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സുസംസ്കൃതമായ ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മോശക്കാരനാകാൻ ഇടയില്ല എന്ന് ഹനുമാനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മുടെ ഭാഷയ്ക്ക് എത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പൊ വികലമായ ഭാഷ ഒരു കുട്ടി സംസാരിക്കുമ്പോൾ ആ കുട്ടിയെ ആ വൈകല്യത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല. തെറ്റാണ് മോനെ നീ പറഞ്ഞത്, നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്താൻ നമുക്ക് കഴിയാറില്ല. ഇടക്കാലത്ത് ഒരുപാട് ആളുകൾ വിവാഹത്തിന് ക്ഷണം ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. ക്ഷണം എന്ന വാക്കിന് വധം എന്നാണ് അർത്ഥം. ക്ഷണം എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക. അപ്പോ മലയാളത്തിലെ വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തില് നമ്മൾ വിവാഹത്തിന് ക്ഷണമാണോ വേണ്ടത്, ക്ഷണമാണോ വേണ്ടത്? ആ നമുക്കറിയില്ല, നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതേപോലെ നമ്മൾ ആലോചിക്കുന്ന അങ്ങനെ തെറ്റാണ്, അങ്ങനെ ശരിയാണ്, ഇങ്ങനെ തെറ്റാണ്, ഇങ്ങനെ ശരിയാണ്. അപ്പൊ മലയാളം പോലും അറിയാത്ത ആളുകള് ഇനിയാണ് സംസ്കൃതം പഠിക്കണം എന്ന് പറയുന്നത് വാശി പിടിച്ചിരിക്കും. ആലോചിക്കുക, അതിനാണ് മലയാളം പഠിക്കട്ടെ. കാരണം നിങ്ങൾ കേട്ടു വളരുന്നത് അത്രയും അസാധാരണമായ പരസ്യങ്ങളാണ്. കുറച്ചുകൂടി നല്ല മയപ്പെടുത്തി പറഞ്ഞാൽ ഭയങ്കരമായ പരസ്യങ്ങളാണ്, അടിപൊളി പരസ്യങ്ങളാണ്. ഞാൻ എല്ലാ യുവകളുടെ പുറകെയാണ് ഉപയോഗിച്ചത്. അടിപൊളി പരസ്യങ്ങളാണ്, അതായത് ജീവിതത്തെ പൊളിച്ചു കളയുന്ന പരസ്യങ്ങൾ. ഉദാഹരണത്തിന് നിങ്ങൾ ഈ എണ്ണ തേച്ചു, താരനും മുടി കൊഴിച്ചിലും വേണ്ടി നിങ്ങൾ ഈ താരനും മുടി കൊഴിച്ചിലും നല്ലത്, താരനും മുടി കൊഴിച്ചിലും നല്ലതായിട്ടുള്ള ഒരു എണ്ണ തേച്ചിട്ട് മുടി കൊഴിയുകയോ താരൻ ഉണ്ടാവുകയോ ചെയ്താൽ നിങ്ങൾക്ക് പരാതി പറയാൻ സാധിക്കുമോ? പരസ്യമേ അങ്ങനെയാണ്. ഒരു പരസ്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് താരനും മുടി കൊഴിച്ചിലും നല്ലത്. സ്വാഭാവികമായും അതിന്റെ
നമ്മുടെ ജീവിത ക്രമത്തിൽ, നമ്മുടെ ജീവിത രീതിയിൽ ഭാഷയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ആ ഭാഷ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റണം. അപ്പൊ എന്റെ മുന്നിൽ സനാതന ധർമ്മം പഠിപ്പിക്കുന്നതിന് ഒരു പാഠശാല, ധർമ്മ പാഠശാല എല്ലാ ക്ഷേത്രങ്ങളിലും വേണമെന്ന് പറഞ്ഞു. ഇതിന്റെ സംസ്ഥാന തലത്തിലുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു പാഠപുസ്തകം അത് തയ്യാറാക്കി നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ആ പാഠപുസ്തകം കൊടുത്തു. പ്രാർത്ഥനാഞ്ജലി തയ്യാറാക്കി. എന്തുകൊണ്ടാണ് തയ്യാറാക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, മലയാള ഭാഷ ശ്രദ്ധിച്ചു, ചൊല്ലാനുള്ള സ്ഥിതി ശ്രദ്ധിച്ചു. ഭൂരിപക്ഷം പഠിക്കാൻ വരുന്നത് സ്കൂൾ വിദ്യാർത്ഥികളോ ഗൃഹസ്ഥന്മാരോ ആണ്. ഒരു പക്ഷെ കുറച്ചുകൂടെ വാനപ്രസ്ഥികളും. എങ്കിലും വാനപ്രസ്ഥി എന്ന് പറയുന്ന ഒരു അംശം ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം ഗൃഹസ്ഥാശ്രമത്തിന്റെ വിശാലമായ പരിധിക്കുള്ളിലാണുള്ളത്. അതും കണക്കിലെടുത്ത് എല്ലാം ആലോചിച്ചാണ് ഇങ്ങനെയൊന്ന് തയ്യാറാക്കിയത്. ഇത് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ അക്ഷരങ്ങൾ, നിങ്ങളുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റം, അതിന് ഏതെല്ലാം ടെക്സ്റ്റുകൾ പഠിക്കണം, പഠിക്കുന്നതിന് മുമ്പ് തയ്യാറാക്കിയ ടെക്സ്റ്റ് നിങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് കഴിയും. 58-60 പേജുള്ള ഒരു പുസ്തകം നിങ്ങൾക്ക് സൗജന്യമായി പഠിക്കാൻ കഴിയും. പിന്നെ വരുമ്പോ നോട്ട് പുസ്തകം കൊണ്ടുവരണം, ഒരു പെന്നും കൊണ്ടുവരണം. കാരണം മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ എഴുതിയേ തരും. പ്രിന്റ് ചെയ്ത് തരാൻ പറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് എഴുതി പഠിക്കേണ്ടതുണ്ട്. കാരണം അപ്പോൾ അക്ഷരം കുറച്ചും കൂടി സ്ഫുടമാവും. സാധാരണഗതിയിൽ ഞങ്ങൾ ആദ്യം ചൊല്ലി പഠിപ്പിക്കുകയും പിന്നെ എഴുതിപ്പിക്കുകയാണ് ചെയ്യുക. ഈ ഒന്ന് നിങ്ങൾ ഒന്നും കാണാതെ പഠിക്കേണ്ടതില്ല. ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതില്ല. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ദിവസം വീട്ടുന്ന ഒരു തവണ അത് ചൊല്ലി നോക്കുക. ഒറ്റ തവണ ചൊല്ലി നോക്കുക. രണ്ടാമതൊന്നും ചൊല്ലണം, ഒരു തവണ ഒന്ന് ചൊല്ലുക. ശ്രദ്ധയോട് ചൊല്ലാൻ പരമാവധി പരിശ്രമിക്കുക. എങ്ങനെ ഒരു തവണ ചൊല്ലാൻ എല്ലാവർക്കും സാധിക്കും. അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചാണ്. കാരണം ഞാൻ വേദ പാഠശാല ആരംഭിക്കുന്നതിന് മുൻപ് ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾക്ക് പോകുമായിരുന്നു. പ്രസംഗങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ പ്രസംഗിക്കുമ്പോൾ നല്ലൊരു ശതമാനം ആളുകൾ ഉറങ്ങുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രസംഗങ്ങൾ ഉറങ്ങാൻ നല്ലതാണോ, അതൊക്കെ എന്റെ കുഴപ്പമാണോ എന്ന് കരുതി ഞാൻ പിന്നീട് എല്ലാവരുടെയും പ്രസംഗം കേൾക്കാൻ പോയി തുടങ്ങി. അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോൾ കണ്ടത് എല്ലാവരും ഉറങ്ങുന്നുണ്ട്, എല്ലാ പ്രസംഗങ്ങളിലും ഉറങ്ങുന്നത് മനസ്സിലായി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾ ആധ്യാത്മിക പ്രഭാഷകരാണ് കേരളത്തിന്റെ ഉറക്കത്തെ നിശ്ചയിക്കുന്നത്. ഞങ്ങൾ നന്നായിട്ടൊന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾ ഉറങ്ങുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ആദ്യം ചെയ്ത പണി, ഞാൻ പ്രഭാഷണം നിർത്തി. പിന്നെ എല്ലാവരും പ്രഭാഷണത്തിന് വിളിച്ചാലും പറയും ഞാൻ പ്രഭാഷണത്തിലില്ല, ഞാൻ ആ ചെയ്യുന്ന ജോലിയോട് എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, ഞാൻ നിർത്തി. അതിനുശേഷം ഞാൻ ആലോചിച്ചു, ഈ പഠിച്ച സംഗതി എങ്ങനെയാണ് ആളുകൾക്ക് കൊടുക്കുക, അതിനൊരു വഴി വേണമല്ലോ എന്നൊക്കെ ആലോചിച്ചെങ്കിലും പിന്നീട് ജീവിത പ്രാരാബ്ധങ്ങളുടെ ഇടയിൽ പതുക്കെ നമ്മുടെ ഒരു ജോലിയിലേക്ക് ചേക്കേറി പോയപ്പോൾ ഇത് പഠിപ്പിക്കാനുള്ളൊരു സന്ദർഭമൊന്നും അന്നുണ്ടായില്ല. അപ്പോഴാണ് ഒരു ലേഖകൻ, ഒരു മാതൃഭൂമിയുടെ പ്രാദേശിക ലേഖകൻ എന്നോട് ചോദിച്ചത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊന്നും പഠിപ്പിച്ചുകൂടാ. അങ്ങനെയാണ് ഞങ്ങൾ ബാലുശ്ശേരിയിൽ അത് തയ്യാറാക്കാൻ വേണ്ടി 1.5 കൊല്ലമെടുത്തു. ഇന്നത്തെ കാശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷന്റെ സ്റ്റഡി മെറ്റീരിയൽ മൊഡ്യൂൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി 1.5 കൊല്ലം നടത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ബാലുശ്ശേരിയിൽ ഒരു വെറും നേരത്ത് പൊടിമണ്ണിൽ 8 പേരോടുകൂടി ക്ലാസ് ആരംഭിച്ചത്. പിന്നെ ഏതാണ്ട് 2 ലക്ഷം ആളുകളാണ് KVRFന്റെ ഭാഗമായിട്ടുള്ളത്. കണ്ണൂര്, വയനാട്, പിന്നെ തൃശ്ശൂര്, അതേപോലെ തിരൂര്, ഗുരുവായൂര് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ക്ലാസ്സുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ക്ലാസ് എടുക്കാൻ ആളുകൾക്ക് പോവാൻ പറ്റുന്നില്ല, ആളില്ല. പഠിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ ആളില്ല എന്നതാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. ഇപ്പോ ബാംഗ്ലൂരിൽ നിന്ന് നമ്മളോട് പറയുന്നുണ്ട്, ബോംബെയിൽ നിന്ന് പറയുന്നുണ്ട്. നമ്മൾ പറയുന്നത് വെറുതെ എന്തെങ്കിലും ഒന്ന് തുടങ്ങുന്നതിനേക്കാൾ നല്ലത് തുടങ്ങാതിരിക്കുന്നതാണ്. തുടങ്ങി വെക്കുക, ബുദ്ധി തന്നെ ആദ്യ ലക്ഷണം, തുടങ്ങിയാൽ അത് മുഴുമിക്കുക, പിന്നെ അതിന് ലക്ഷണം എന്ന് പറയുന്നത് കൊണ്ട്
പതുക്കെ ആലോചിച്ചുറപ്പിച്ച് ഇത് ചെയ്യാൻ ഉത്തമ ബോധ്യമാകുമ്പോഴേ ഞങ്ങൾ അതിന് ഇറങ്ങി പുറപ്പെടും. അപ്പോ പൂർണ്ണമായും അത് വിജയിക്കും. ഇപ്പൊ ഇവിടെ ക്ലാസ് പഠിപ്പിക്കുന്നതിന് ഞങ്ങൾ പറഞ്ഞ സംഗതി ഈ ക്ഷേത്രത്തിലോ അധികാരികളോ സംസാരിച്ചു. അവരും പറഞ്ഞത് ജ്ഞാനം കൊടുക്കുന്നത് വലിയൊരു കാര്യമാണ്, അത് വലിയ ഒരു പ്രോത്സാഹനമായി ഞങ്ങൾക്കുമായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യമായിട്ടാണ് ധർമ്മപാഠശാല എന്ന നിലയിൽ ഇത് നമ്മൾ 2 വർഷം എടുത്തു ഈ തരത്തിലുള്ള ഒരു സിലബസ് എന്ന് പറയാവുന്ന സംഗതി രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടി 2 വർഷം എടുത്തു. ഇന്ന് കാണുന്ന രൂപത്തിൽ അതിനു വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ പണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ആരെടുത്തും പണമില്ല. ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. ധാർമ്മിക പ്രവർത്തനത്തിന് സ്വന്തം കയ്യിൽ നിന്ന് പണം എടുക്കുക എന്നല്ലാതെ ധാർമ്മികമായി സ്വരൂപിക്കുന്ന പണം വൈയക്തികമായി എടുക്കുന്ന സ്വഭാവം ട്രസ്റ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി, ആരാണ് ഒരു പേജിൽ പൈസ തരുന്നത് അവരുടെ പേര് ആ പേജിന്റെ സൈഡിൽ അവർ തന്ന പൈസ എന്ന് തീരുമാനിച്ചു. 5 പുസ്തകങ്ങൾ തയ്യാറാക്കി. ഒരു പുസ്തകം അയച്ചു കിട്ടി. ആ പുസ്തകമാണ് നിങ്ങളുടെ പേര്. അത് മതി, താൽക്കാലികമായത് മതി. 2ാം ഘട്ടത്തിലുള്ള 2-3 പുസ്തകങ്ങൾ ഇപ്പോൾ പ്രിന്റിൽ പോയിട്ടുണ്ട്. ആകെ 5 പുസ്തകങ്ങൾ ഉണ്ടാവും. ഈ 5 പുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യണം എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ 2500 പേർക്കാണ് ഇത് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവുക. 2500 പേര് കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കില്ല കേരളത്തിൽ. അതാണ് മൊത്തത്തിലുള്ള നമ്മുടെ കണക്ക്. അപ്പോൾ അത് പൂർണ്ണമായും സൗജന്യമായി വ്യവസ്ഥാപിതമായി പഠിപ്പിക്കാൻ പറ്റും. പഠിപ്പിക്കുന്ന രീതി എന്താണ് രാമായണം, എന്താണ് മഹാഭാരതം, എന്താണ് ഋഗ്വേദം, എന്താണ് യജുർവേദം, എന്താണ് സാമവേദം, എന്താണ് അഥർവവേദം, അങ്ങനെ ഓരോന്നും പഠിക്കും. എന്താണ് ഉപനിഷത്ത്, എന്താണ് ബ്രാഹ്മണങ്ങള്, എന്താണ് ആരണ്യകങ്ങള്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഏകേശ്വരവാദമാണോ ശരി, ബഹുദേവതാവാദമാണോ ശരി, ഒരു ദൈവമാണോ 20 ദൈവങ്ങളുണ്ടോ തുടങ്ങിയിട്ടുള്ള എല്ലാ പുനർജന്മം എന്നാൽ എന്താണ് തുടങ്ങി വിളക്ക് കത്തിക്കുന്നതിന് 5 തിരിയിട്ടത് എന്തുകൊണ്ടാണ് തുടങ്ങി ഒരുവിധം എല്ലാവിധ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ ഈ ഒരു ചെറിയ പദ്ധതിക്ക് പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നത് 6 മാസത്തെ ക്ലാസ്സാണ്. 6 മാസമാണ് ക്ലാസ് എടുക്കുക. അതിനിടയ്ക്ക് ഞാൻ വരും, ഇടയ്ക്ക് എന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ വരും, ചിലപ്പോൾ നമുക്ക് പ്രമുഖരായ സന്യാസിമാർ വരും. വന്നേ ഉദാഹരണത്തിന് ചിലപ്പോൾ ഗാന്ധി ശങ്കരാചാര്യ നമുക്ക് ഒരു പാഠശാല സന്ദർശിക്കാം എന്നെ സംബന്ധിച്ചാൽ നമുക്ക് അദ്ദേഹത്തെ അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ നമുക്കല്ല, ഞാൻ ഒരിക്കലും അദ്ദേഹം അങ്ങനെ വാക്ക് പറയുന്നില്ല. ചിലപ്പോൾ അങ്ങനെ പല ആളുകളും നമ്മളോട് ബന്ധപ്പെടാറുണ്ട്. കോഴിക്കോട് ആശ്രമം വന്ന് സന്ദർശിച്ച് തിരിച്ചു പോകുന്ന എത്ര സന്യാസിമാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോ വേദപണ്ഡിതന്മാരോ ഒക്കെ നമുക്ക് ക്ലാസ്സിൽ എത്തിക്കുമോ ഉറപ്പില്ല. ഏതായാലും ക്ലാസ്സുകൾ മുഖ്യമായി നടത്തുന്നത് PP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഉണ്ട്. നാളെ മുതൽ ക്ലാസ് തുടങ്ങും. അദ്ദേഹം റിട്ടയർഡ് DYSP ആണ്. വടകരയാണ് അദ്ദേഹത്തിന്റെ വീട്. ഇവിടെ ഇവിടെയില്ലേ ഇദ്ദേഹമാണ് ഇവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എന്റെ ശിഷ്യനാണ്, അദ്ദേഹമാണ് തയ്യാറായിരിക്കുന്നത്. അപ്പോ കൂടുതൽ സംസാരിച്ചു പോയതിന് ഞാൻ പ്രഭാഷണമൊന്നും നടത്തിയിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പ്രഭാഷണം നടത്തില്ല. ഞാൻ വെറുതെ ഒന്ന് കാണും, ഒരു വിളക്ക് കത്തിക്കും, തിരിച്ചു പോകും എന്നേ പറഞ്ഞത്. ഏതായാലും എല്ലാവരോടും ഈ ഒരു വലിയ സംരംഭം ഈശ്വര നിശ്ചയം കൊണ്ട് ബൃഹത്തായ ഒരു പദ്ധതി ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, സകലേശ്വരിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരുടെ മുമ്പിലും നമസ്കാരം.